ഒരു മുംബൈയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമ്മുടെ സ്റ്റാലിനെ അലീന ഊട്ടുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതായത് അലീനയാണെങ്കിൽ സ്റ്റാലിയോട് പറയാണ്, പപ്പ എന്തായാലും പപ്പ എന്നെ ഇവിടം വരെ എത്തിച്ചതല്ലേ, എൻ്റെ നിരാഹാരം സമരം നിർത്താൻ വേണ്ടി പപ്പ എനിക്ക് കുറച്ച് ഭക്ഷണം വായിൽ വെച്ച് തരാനായിട്ട് പറയുമ്പോൾ സ്റ്റാലിയാണെങ്കിൽ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം കയ്യിലല്ല വായിൽ വെച്ച് താ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാലി വായിൽ വെച്ച് കൊടുക്കുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. അത് അലീനയുടെ കണ്ണും മനസ്സും നിറയ്ക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. തുടർന്നാണെങ്കിൽ അലീനയാണെങ്കിൽ പപ്പയ്ക്കും കൊടുക്കാനായിട്ടൊരുങ്ങുമ്പോൾ സ്റ്റാലിയാണെങ്കിൽ എന്താ ഇത്, എനിക്ക് വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ പ്ലീസ് പപ്പ എന്ന് പറയുന്ന സമയം നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ അത് കഴിക്കുന്നത് കാണാൻ സാധിക്കുന്നു. തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാലിയും അലീനയും രണ്ടാളും പരസ്പരം താങ്ക്സ് പറയുന്നൊരു കാഴ്ച, നന്ദി പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം രണ്ടുപേരുടെയും മനസ്സ് നിറയുന്നുണ്ട്. സ്റ്റാലിൻ്റെ മനസ്സിൽ മഞ്ഞ് ഉരുകുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നു. തുടർന്ന് പൗലോസിൻ്റെ ചതിപ്രയോഗം തന്നെയാണ് കാണാൻ കഴിയുക. താൻ ഇവിടെ നിന്ന് പുറത്താകുമെന്ന് ഏതാണ്ട് ഉറപ്പാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പൗലോസിന് അലീനയെ ആദ്യം പുറത്താക്കണം. അലീന പോയി കഴിഞ്ഞാൽ പിന്നെ തനിക്ക് യാതൊരു വെല്ലുവിളിയോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് കാണാം. അതിനായിട്ട് അലീനയാണെങ്കിൽ നിൽക്കുമ്പോൾ പൗലോസ് വീണ്ടും യുദ്ധം ചെയ്യാനായിട്ട് തന്നെ വരികയാണ്. കാരണം ഇന്നത്തെ എപ്പിസോഡിൽ പൗലോസിനോട് പറയുന്നുണ്ട്, നാളെ തൊട്ട് അലീനയെ അനുസരിക്കണം, അലീനയെ അനുസരിച്ചില്ലെങ്കിൽ നീ ഇവിടെ നിൽക്കേണ്ടതില്ല, നിനക്ക് പോകാമെന്ന്. സ്റ്റാലിൻ്റെ വാക്കും പൗലോസ് ധിക്കരിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ പൗലോസ് നമ്മുടെ ഡ്രൈവർ ആയവനോട് ചോദിക്കുന്നുണ്ട്, എവിടെയാടാ നിൻ്റെ റീത്താമയും സംഘങ്ങളും, എന്താടാ ആ പെണ്ണിനെ പിടിച്ച് പുറത്താക്കാനായിട്ട് വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്ന് പൗലോസേട്ടാ, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, ഞാൻ ഒന്നുകൂടി പൗലോസേട്ടന് വേണമെങ്കിൽ വിളിച്ച് പറയാമെന്ന് പറയുന്നത് കാണാൻ കഴിയും. ഇനിയിപ്പോൾ കേണൽ സാബ് വിചാരിച്ചതുകൊണ്ട് തന്നെ മലച്ചാലും ഇനി ആ പെണ്ണ് പോകാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. പൗലോസേട്ടൻ മര്യാദയ്ക്ക് അവളുടെ മുൻപിൽ മുട്ടുകുത്തുന്നതല്ലേ നല്ലത് എന്ന് കൂട്ടിച്ചേർക്കുന്നത് കാണാൻ സാധിക്കും. അവളുടെ മുമ്പിൽ ഞാൻ ഒരിക്കലും അവളുടെ മുമ്പിൽ പരാജയപ്പെടില്ല എന്ന് പൗലോസ് പറയുമ്പോൾ നമ്മുടെ ഡ്രൈവറാണെങ്കിൽ ഒന്ന് ചൂട് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ പണി പോവുകയാണെങ്കിൽ പോട്ടെ, ഇയാളുടെ ശല്യം പോയി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഡ്രൈവർ ഒന്ന് ചൂട് പിടിപ്പിക്കുന്നതെന്ന് കാണാം. ആൻ്റപ്പൻ പലതവണ പറയുന്നുണ്ട് വേണ്ട എന്ന്. പക്ഷേ ഡ്രൈവറാണെങ്കിൽ പൗലോസിനെ പുറത്താക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ പെട്ടെന്ന് റീത്തയെ കാര്യങ്ങൾ അറിയിക്കുകയാണ്. റീത്ത ഞാൻ വലിയൊരു സംഘവുമായിട്ട് വരാമെന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ ഇവർ ചർച്ച ചെയ്യുന്നത് അലീന കേൾക്കാനായിട്ട് ഇടയാകുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. അലീനയാണെങ്കിൽ പൗലോസിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, എൻ്റെ പൗലോസേട്ടാ, മര്യാദയ്ക്കാണെങ്കിൽ മര്യാദ, അല്ലെങ്കിൽ പൗലോസേട്ടൻ ഇവിടെ നിന്ന് പോവുകയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു കാര്യവുമില്ല എന്ന് പറയുന്നു. പൗലോസേട്ടൻ ചെയ്യുന്ന തെറ്റുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ നാളെ ഇവിടെ നിന്ന് പോയിക്കോളാനായിട്ട് പറഞ്ഞാൽ നിങ്ങൾ പോകേണ്ടി വരുമെന്ന് പറയുന്നു. പപ്പ പോലും എതിരോ തടയോ നിൽക്കില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. മര്യാദയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തുടരാമെന്ന് പറയുന്നു. അത് നിങ്ങളോടും കൂടിയാണ് എന്ന് അലീന പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഇനി ഇവിടെ ഞാൻ പറയുന്നത് പോലെ
കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് അലീന പറഞ്ഞു വെക്കുകയാണ്. അപ്പോഴാണെങ്കിൽ എല്ലാവർക്കും നല്ല രീതിയിൽ ഭയമാകുന്നുണ്ട്. എന്തായാലും നിങ്ങൾ എന്നെ പുറത്താക്കാൻ നോക്കിയാലും സാരമില്ല, ഞാൻ പുറത്താവുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുൻപെങ്കിലും നിങ്ങളെ എല്ലാവരെയും ഞാൻ പുറത്താക്കിയിരിക്കുമെന്ന് അലീന പറയുന്നത് കാണാൻ കഴിയും. നിങ്ങളുടെ ശല്യത്തിൽ നിന്നും പപ്പയെ ഞാൻ രക്ഷിച്ചെടുക്കും എന്ന് പറയുന്നതും കാണാൻ കഴിയും. ഇനി എൻ്റെ പപ്പയെ അങ്ങനെ നിങ്ങളെ തിന്ന് പോക്കണ്ട എന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അവർക്ക് 3 ആളും വളരെയധികം പേടിക്കാണ്. ആറ്റപ്പൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ പാവം എന്നും പറഞ്ഞു വയ്ക്കുകയാണ് അലീന. തുടർന്നാണെങ്കിൽ നമ്മുടെ അലീന അവിടുന്ന് പോയി കഴിയുമ്പോൾ ഇത് വേണോ, ആ പെണ്ണ് വിചാരിച്ചാൽ നമ്മളെയൊക്കെ പറഞ്ഞു വിടാൻ കഴിയുമെന്ന് 3ാമതൊരു പണിക്കാരൻ പറയുമ്പോൾ അയാൾ അതിൽ നിന്നും വിട്ടു നിൽക്കാനായിട്ട് തുടങ്ങുകയാണ്. ഞാൻ ആ പെണ്ണിനെ അനുസരിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്നാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുക അവതക്കുട്ടിയാണെങ്കിൽ തിരികെ പോവാനായിട്ട് ഒരുങ്ങുകയാണ് എന്ന് കാണാൻ കഴിയും. അവതക്കുട്ടി പോകാൻ നേരത്ത് വീണ്ടും അലീനയ്ക്ക് സങ്കടമാകുന്നുണ്ട്. കാരണം താൻ ഇവരോട് ഒറ്റയ്ക്ക് പടപൊരുതണ്ടേ എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ അലീനയുടെ മനസ്സിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുക പൗലോസിനോടും നമ്മുടെ ആൻ്റപ്പനോടും മറ്റു ജോലിക്കാരോടും മര്യാദയ്ക്ക് എൻ്റെ കൊച്ചുമോളുടെ അടുത്ത് പെരുമാറിയില്ലെങ്കിൽ നിങ്ങളെന്തായാലും ഇവിടുന്ന് പുറത്താക്കപ്പെടും, അത് തീർച്ചയാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഞാൻ പുറത്താക്കിയാലും അവനൊന്നും പറയാനായിട്ട് പോകുന്നില്ല, കേട്ടോടാ എന്ന് ചോദിക്കുന്നു. എടാ പൗലോസേ, ഇതൊന്നും എൻ്റെ വീടല്ല, നിൻ്റെ അപ്പൻ്റെ വീടുമല്ല, അത് നീ ആലോചനയിൽ വെച്ചോളൂ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനെല്ലാം പുറമേ തന്നെ നമ്മുടെ വല്യപ്പച്ചൻ സ്റ്റാലിയോട് പറയാണ്, എന്തായാലും നിൻ്റെ മേളിലുള്ള നിൻ്റെ ലേഡി കമാൻഡറില്ലേ, അവൾ നിന്നെക്കൊണ്ട് യുദ്ധവും ചെയ്യിക്കും, വേണമെങ്കിൽ പടയും പൊരുതും എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. നീയേ അവളുടെ മുൻപിൽ തോറ്റു കൊടുത്തത് തന്നെയല്ലേടാ, നിനക്ക് വേറൊരു വഴിയുമില്ല അവളുടെ മുൻപിൽ തോറ്റു കൊടുക്കാതെ എന്ന് പറയുന്നു. അല്ല ലാലിച്ച, നീ എന്താ ഇന്ന് നടന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല അവൾ നിന്നോട് പറഞ്ഞോ നടക്കാനായിട്ട് എന്ന് പറയുമ്പോൾ, ഇല്ല പപ്പ നടന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി യങ്ങാവുമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ, അപ്പോൾ അവൾ പറഞ്ഞിട്ടാണല്ലേ ഇത് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നതും അവളെ ഭയമാണല്ലേ എന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് കൂട്ടുകാരെ.